ശ്രീ രാജേഷ് ചെറുപ്പാട് നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ PSCയിലെ നിയമനത്തെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചയാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. അന്ന് VD സതീശൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയായപ്പോൾ ഈ PSC ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ ബൽക്കീസ് സൂചിപ്പിച്ച കാര്യവും താങ്കൾ കേട്ടു കാണും. 6 തവണ ചർച്ച നടത്തിയെന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. പക്ഷേ സർക്കാരല്ല ചർച്ചയ്ക്ക് തയ്യാറായത്, ഇവർ അങ്ങോട്ട് പോയിട്ട് മന്ത്രിമാരെ കാണുകയായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ വളരെ കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥയാണ് തുടരുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിൽ നിന്നും അദ്ദേഹത്തിന് ഈ സമരത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇപ്പം ഇവിടെ തന്നെ റാങ്ക് ഹോൾഡേഴ്സിന്റെ റാങ്ക് ലിസ്റ്റ് സമരസമിതിയുടെ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അനുഭാവത്തോടും UDF അധികാരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ ആകട്ടെ ആ ഒരു സമരം അവിടെ നടക്കുന്നത് 30 ദിവസം ആയി, 1 മാസക്കാലമായി നടക്കുന്ന ഈ സമരത്തെ സംബന്ധിച്ചുള്ള യാതൊരു തരത്തിലുള്ള അങ്ങനെ ഒരു സമരത്തെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള ഒരു അഭിപ്രായവും ഒരു നിലപാടെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സമരത്തിന്റെ പ്രസിദ്ധിയെ സംബന്ധിച്ച് ഞാൻ ചോദ്യം ചെയ്യാനില്ല. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ജീവൻ പ്രശ്നം എന്നുള്ള നിലയിൽ നമുക്കതിനെ കാണേണ്ടതുണ്ട്. കാരണം നമ്മുടെ PSC എന്ന് പറയുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മാതൃകാപരമായ തൊഴിൽദാതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോ അതിന്റെ ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 2014 മുതൽ 2025 വരെ ഏതാണ്ട് 10 വർഷത്തോളം LDF ഗവൺമെന്റ് ഭരിച്ചിരുന്ന കാലങ്ങളിൽ 3 ലക്ഷത്തിലധികം നിയമനങ്ങളാണ് PSC വേണ്ടത്. ഇതൊരു സർവകാല റെക്കോർഡാണ്. അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ PSC വഴി നിയമനം ലഭിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ ഏജൻസി വഴി ഇത്തരത്തിലുള്ള ഏജൻസി വഴി നിയമനം ലഭിക്കുന്ന ഒരു ഏജൻസി ആയിട്ടാണ് PSC കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ വളരെ കുറ്റപ്പെട്ട രീതിയിൽ പോകേണ്ടതായിട്ടുള്ള അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ കൃത്യമായിട്ടുള്ള ഈ പറഞ്ഞ ഒഴിവുകൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുകയും അതിനനുസരിച്ചുള്ള സമയബന്ധിതമായി അതിന്റെ പരീക്ഷ നടത്തുകയും ആ ഒഴിവുകൾക്കനുസരിച്ചുള്ള പരീക്ഷ നടത്തുകയും അങ്ങനെ പരീക്ഷ നടത്തി ആളുകളെ അതിലേക്ക് ജോലിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയായിട്ടാണ് PSC വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സമരം വളരെ അനുഭാവത്തോട് ഗവൺമെന്റ് അതിനകത്ത് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമരം ഒരു മാസം പിന്നിട്ടിട്ടും ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നടന്നിട്ടുള്ള PSC നിയമനങ്ങൾ. അപ്പം ഇതിനെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ നിലപാടില്ല. അതാണ് അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഒരു ഗവൺമെന്റ്, ഒരു UDF മുന്നണി, ഒരു മുഖ്യമന്ത്രി നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ അതിന്റെ വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നില്ല. പക്ഷേ സമീപകാലത്ത് നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ കാണണം. അതിലെല്ലാം ഇന്നലെ വന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയല്ലോ. ആ പത്രസമ്മേളനത്തിൽ ഈ വിഷയം പത്രക്കാര് ഉന്നയിക്കുന്നുണ്ട്. ആ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്, ഇവിടെ കെട്ടിക്കുന്നുണ്ടെങ്കിൽ അത് ഇട്ടുകഴിഞ്ഞാൽ കൊള്ളാം എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളതിനെ സംബന്ധിച്ച്. സമരസമിതികളെ ആളുകൾക്ക് പറഞ്ഞതെന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ തുടർന്ന് വ്യക്തമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതിന്റെ അകത്ത് ഈ കാര്യങ്ങൾ മാത്രമല്ല, ഞാൻ വിഷയം വ്യതിരിക്കുന്നത് മാത്രമല്ല സൂചിപ്പിക്കുകയാണ്. ഇത്രയും നിരുത്തരവാദപരമായി ഉദാസീനമായി ഓരോ വിഷയങ്ങളെയും ഒരു മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളെയും കാണുന്ന ഒരു ഗവൺമെന്റ്, ഒരു മുഖ്യമന്ത്രി, ഇത് വളരെ വളരെ അങ്ങേയറ്റം പ്രതിഷേധാത്മകമാണ്. അതാണ് അതിന്റെ കാര്യം. അപ്പൊ ഇതിനകത്ത് ജനാധിപത്യ വിശ്വാസങ്ങളൊക്കെയുള്ള ആളുകൾ ഈ വിഷയത്തിന്റെ മെറിറ്റ് മനസ്സിലാക്കി ആ സമരത്തോട് ഐക്യദാർഢ്യപ്പെടുന്നതാണെന്നാണ് എന്റെ അഭിപ്രായം.